നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ബോർഡർ ഗാവാസ്കർ ട്രോഫിയിൽ അടുത്ത മത്സരം നാളെ കഴിഞ്ഞ മറ്റന്നാൾ ബോക്സിംഗ് ഡേയിൽ ആരംഭിക്കുകയാണ്. ഈ മത്സരത്തിന് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ഉണ്ടാകുമോ എന്ന് ചിലരെങ്കിലും കമൻറ്റ് ബോക്സിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന് ട്രെയിനിങ്ങിനിടയിൽ അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിൽ ബോൾ കൊണ്ടിരുന്നു. അത് വലിയ പരിക്കാണ്, അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ പലരും വാർത്ത കൊടുത്ത് കണ്ടിരുന്നു. പക്ഷേ അതിന് തൊട്ട് പിന്നാലെ ESPN ക്രിക്കിൻഫോ ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും ഇല്ല രോഹിത്തിൻ്റെ കാര്യത്തിൽ നിന്ന് വാർത്ത കൊടുത്തതുകൊണ്ട് നമ്മളത് ശ്രദ്ധയിൽ നിന്നങ്ങ് വിട്ടുകളഞ്ഞതാണ്. പക്ഷേ വ്യാപകമായിട്ട് ഇപ്പോഴും കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ രോഹിത് കളിക്കില്ല എന്നതിൽ സന്തോഷിക്കുന്ന ആളുകൾ, കളിക്കില്ല എന്ന വാർത്തയിൽ സന്തോഷിക്കുന്ന ആളുകൾ പോലുമുണ്ട്. എന്ത് മനുഷ്യരാണ്! നമ്മുടെ ടീമിൻ്റെ ക്യാപ്റ്റനാണ് രോഹിത്. അദ്ദേഹം കളിക്കണം, അദ്ദേഹം ടീമിനെ മുന്നിൽ നിന്ന് നയിക്കണം. അത് ആഗ്രഹിക്കുന്നതിന് പകരം രോഹിത് ഇല്ല എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നവരെ കണ്ടു. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? രോഹിത്തിന് ഇപ്പോൾ പരിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിപ്പോൾ അക്കാര്യം കൃത്യമായിട്ട് റവ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അതിലവർ പറയുന്നത് രോഹിത് ശർമ്മ കൺഫേംസ് ഹിസ് നീ ഈസ് പെർഫെക്റ്റ്ലി ഫൈൻ. അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിന് ഒരു പ്രശ്നവുമില്ല, പെർഫെക്റ്റ്ലി ഫൈൻ ആണെന്ന് രോഹിത് ശർമ്മ തന്നെ കൺഫേം ചെയ്തിരിക്കുന്നു എന്നിതാ റവ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ദാറ്റ്സ് എ ഗുഡ് ന്യൂസ് ഫോർ ടീം ഇന്ത്യ. ആ കാര്യത്തിൽ സംശയം വേണ്ട. ഇനി എന്താണ് അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസംബർ 22-ന് ESPN ക്രിക്കിൻഫോ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നതുകൂടി നമ്മൾ നോക്കുകയാണ്. അപ്പോൾ പിന്നെ സംശയങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാറും. അതായത് ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് ഈസ് നോട്ട് കൺസേൺഡ് അബൌട്ട് എനി ഇഞ്ചുറി വറീസ് ടു രോഹിത് ശർമ്മ ആഫ്റ്റർ ദി ഇന്ത്യ ക്യാപ്റ്റൻ വാസ് സ്ട്രക്ക് ഓൺ ദി നീ ഡ്യൂറിംഗ് പ്രാക്ടീസ് അറ്റ് MCG ഓൺ സൺഡേ ആൻഡ് നീഡഡ് സം അറ്റൻഷൻ ഫ്രം ദി ഫിസിയോ. ഞായറാഴ്ച അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിന് ബോൾ കൊണ്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു ഫിസിയോയുടെ അറ്റൻഷനൊക്കെ വേണ്ടി വന്നെങ്കിലും ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് അതിൽ കൺസേൺഡേ അല്ല, ഒരു ഇഞ്ചുറി വറീസുമില്ല എന്ന് 2 ദിവസം മുമ്പ് തന്നെ പുറത്തേക്ക് വാർത്ത വന്നതാണ്. പക്ഷേ ഇവിടെ അത് പലരും കൊടുത്ത് കാണാത്തത് കൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് പരിക്കാണ്, അദ്ദേഹം കളിക്കില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് യാതൊരുവിധ പ്രശ്നവുമില്ല എന്നാണ് ഇതിന് തെളിഞ്ഞാണ്. ഫാസ്റ്റ് ബോളർ ആകാശ് ദീപിനും അന്ന് ബാറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ബോൾ കൊണ്ടിരുന്നു. അദ്ദേഹത്തിനും പ്രശ്നങ്ങളൊന്നുമില്ല. രോഹിത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം മിഡിൽ ഓർഡറിൽ കളിക്കും എന്നുള്ളൊരു ധാരണയാണ് വരുന്നത് എന്നുകൂടി അന്ന് ESPN ക്രിക്കിൻഫോ റിപ്പോർട്ട് ചെയ്തത്. കാരണം KL രാഹുൽ, യശസ്വി ജയ്സ്വാൾ, വിരാട് കോഹ്ലി, ശുഭൻ ഗില്ല് ഇവരൊക്കെയാണ് അന്ന് നെറ്റ്സിലെ സെഷനിൽ ന്യൂ ബോൾ ഫേസ് ചെയ്തിരുന്നത്. അതേസമയം അതിനുശേഷം ബാറ്റ് ചെയ്യാൻ വന്ന രോഹിത്തിന് ഒരു സ്പിൻ ബോൾ അടിക്കാനുള്ള ശ്രമം പരാജയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിൽ കൊള്ളുകയുമാണ് ചെയ്തത്. അങ്ങനെ സ്വാഭാവികമായിട്ടും വേദനയുണ്ടായി. അദ്ദേഹത്തിന് ചെറിയ മെഡിക്കൽ അറ്റൻഷൻ കൊടുത്തു. അദ്ദേഹം ഐസ് പാക്ക് വെച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അന്ന് തന്നെ അദ്ദേഹം ഫ്രീ ആയിട്ട് നടന്ന് മൂവ് ചെയ്ത് പോകുന്നതും കണ്ടിരുന്നു എന്നാണ് ESPN ക്രിക്കിൻഫോയുടെ റിപ്പോർട്ട്. ചുരുക്കത്തിൽ യാതൊരുവിധ പ്രശ്നവും അദ്ദേഹത്തിനോ ആകാശ് ദീപിനോ ഇപ്പോഴില്ല. രണ്ടുപേരും അടുത്ത മത്സരത്തിന് സജ്ജരുമാണ്. ഏതായാലും കൂടുതൽ ടീം എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളത് നാളെയോടുകൂടി ഒക്കെ നമുക്ക് ഒരു വ്യക്തത വരും എന്ന് തന്നെ കരുതാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ എത്താം.